നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൈനിങ് ബോട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് ടെലഗ്രാമിൽ സൗജന്യമായി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മൈനിങ് ബോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പേര് യെസ്കോയിൻ എന്നാണ്. ഈ യെസ്കോയിൻ എങ്ങനെയാണ് മൊബൈലിൽ സൗജന്യമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള യെസ്കോയിൻ ബോട്ട് ലിങ്ക് എന്ന് പറയുന്ന ഇവിടെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ താഴെ ഓപ്പൺ കാണിക്കുന്നുണ്ടാകും. അത് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നു. നമ്മുടെ ലിങ്ക് വഴി ഓപ്പൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് 1,16,103 കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലേ യെസ്കോയിൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെൽക്കം ടു യെസ്കോയിൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വൈപ്പ് ചെയ്ത് ടെലഗ്രാമിൽ ഏണിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് എന്നാണ് പറയുന്നത്. ഒരു ഗെയിമിൻ്റെ ലെവലിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഹൗ ടു പ്ലേ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കോയിൻസ് കിട്ടും. അതേപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് കോയിൻസുകൾ ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. ഇവിടെ താഴെ ചാനൽ എക്സ്, ചാറ്റ് 26 എന്ന് പറയുന്ന 2 കോളങ്ങളും ഉണ്ട്. അത് ടെലഗ്രാമുമായി ബന്ധപ്പെട്ട ചാനലുകളും യെസ്കോയിൻ്റെ എക്സ് അക്കൗണ്ടുകളുമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് പ്ലേയിങ് എന്നുള്ളത് ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്വൈപ്പ് യുവർ ഫിംഗേഴ്സ് ടു ഗെറ്റ് യെസ്കോയിൻ എന്ന് പറയുന്നുണ്ട്. അതായത് സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിരൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കോയിൻസുകൾ ഏൺ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ഒരു റിവാർഡ് ടാസ്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100K യെസ്കോയിൻസ് കിട്ടുന്നതാണ്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ നേരെ യെസ്കോയിൻ്റെ ചാറ്റ് 29 എന്ന് പറയുന്ന ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ എത്തുന്നതാണ്. ജോയിൻ കൊടുക്കുന്നു. നേരെ പിറകോട്ട് തന്നെ പോകുന്നു. അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ എക്സ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് എക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യെസ്കോയിൻ്റെ എക്സ് അക്കൗണ്ട് ആണ് ഇത്. ജസ്റ്റ് നമ്മളൊന്ന് ഫോളോ അമർത്തുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ പിറകോട്ട് വരുന്നു. അപ്പോൾ അതും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ജോയിൻ ചാനൽ എന്ന് പറഞ്ഞ് അടുത്ത ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ടെലഗ്രാമിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ജോയിൻ കൊടുക്കുന്നു. പിറകോട്ട് തന്നെ പോകുന്നു. കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്റ്റ് വാലറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വാലറ്റുകൾ ചോദിക്കുന്നുണ്ട്. കണക്റ്റ് ടോൺ വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓൾറെഡി ഞാൻ ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ടോൺ വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കണക്റ്റ് ടോൺ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോൺ കീപ്പറിലാണോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ തന്നെയാണോ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടെലഗ്രാമിൽ കൊടുക്കുകയാണ്. ഏറ്റവും മുകളിലുള്ള ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ടോൺ കീപ്പറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. അപ്പോൾ യെസ്കോയിന് ടെലഗ്രാമുമായി കണക്ട് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. കണക്ട് വാലറ്റ് എന്നുള്ളത് കൊടുക്കുക. യെസ്കോയിൻ നൗ കണക്റ്റഡ് ഓൺ. ഇപ്പോൾ നമുക്ക് യുവർ അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. ടെലഗ്രാമിൽ നമ്മൾ യെസ്കോയിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ബോണസ് ആയിട്ട് കുറച്ച് കോയിൻസുകളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതേപോലെ യെസ് ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും ഡെയിലി ക്രിപ്റ്റോ ലേണിംഗ് ടാസ്ക്സ് ആണ് അതൊക്കെ വരുന്നത്. അതേപോലെ കണക്റ്റ് വാലറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു സിൽവറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കോയിൻസുകൾ ഏൺ ചെയ്യാനുള്ള കുറച്ച് വഴികളാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സിമ്പിളായിട്ട് തന്നെ. ഞാനിവിടെ ഇൻവൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇൻവൈറ്റ് 1 ഫ്രണ്ട് 50,000 കോയിൻസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 3 ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ 5 ലക്ഷം കോയിൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ഇതിൽ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോയിൻസുകൾ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്.
സെൻഡ് ടു ഇൻവൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഒന്നുകിൽ കോപ്പി ചെയ്യുക, അതല്ലെങ്കിൽ ഷെയർ കൊടുത്താലും മതി. ഞാൻ ഷെയർ കൊടുക്കുന്നു. ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നേരെ ടെലഗ്രാമിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്ക് ടു യെസ് കോയിൻ എന്നുള്ളത് അടിക്കുന്നു. ബാക്ക് ടു ഗെയിം എന്ന് അടിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഹോം മെനുവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വരുന്ന കോയിൻസുകളൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ഈ കോയിൻസുകളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അത് മുകളിൽ കാണിക്കുന്നുണ്ടാകും എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇത് പോകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും. അതിൽ ആദ്യത്തേത് ഏൺ എന്നുള്ളതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏണിങ്സ് കിട്ടുന്ന നേരത്തെ കാണിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇൻവൈറ്റ്, അതേപോലെ തന്നെ ഡെയിലി ക്രിപ്റ്റോ ലേണിംഗ് ടാസ്ക്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ലേണിംഗ് ആണ് യെസ് കോയിനെ കുറിച്ചിട്ടുള്ള. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് ഇറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഡെയിലി ടാസ്ക് ആയിട്ട് ഇവിടെ കുറച്ച് ബോക്സുകൾ കാണാം. അത് ആദ്യത്തേത് തുറന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലൈം എന്ന് കൊടുക്കുക. അപ്പോൾ 2K തൊട്ട് 120K വരെ കോയിൻസുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഓപ്പൺ യെസ് ബോസ് എന്നുള്ളത് ക്ലൈം കൊടുത്തു. ലക്കി റിവാർഡ് എന്ന് പറഞ്ഞ് 4009 കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡൺ കൊടുക്കുന്നു. ഓക്കെ, ആദ്യത്തേത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് ഇനിയിപ്പോൾ 6 മണിക്കൂർ 58 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബോക്സ് തുറന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഡെയിലി ടാസ്കിലൂടെ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് പിറകോട്ട് തന്നെ പോകുന്നു. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ റിവാർഡ് കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ സിൽവറിലാണുള്ളത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതായത് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻസ് ഇവിടെ കാണിക്കുന്നതാണ്. നമ്മളെവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ആളുകളും ഇവിടെ കാണിക്കുന്നുണ്ടാകും. ജസ്റ്റ് സ്കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്കോഡിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് പിറകോട്ടിനെ അടിക്കുന്നു. ഏൺ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഏണിങ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കണക്ട് വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണക്ട് വാലറ്റ് അടിച്ചു കൊടുക്കുന്നു. ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അത് ടിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ അപ് ടു സിൽവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സിൽവർ സെക്ഷനിൽ ആണെങ്കിൽ നമുക്ക് ക്ലൈം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ക്ലൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. 10,000 യെസ് കോയിന് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതേപോലെ യെസ് കോഡ് ഉണ്ട്. യെസ് കോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ യെസ് യൂണിവേഴ്സ് എന്നുള്ളത് RT പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യെസ് കോയിൻ്റെ ഈ ഒരു മെസ്സേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ പിറകോട്ട് പോകുന്നു. അപ്പോൾ അതും ടിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഗോൾഡിലേക്ക് മാറിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് ഗോൾഡ് ലെവലിലേക്ക് മാറണമെങ്കിൽ അത് ക്ലൈം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ക്ലോസ് ചെയ്യുന്നു. അതേപോലെ വേറെ 2 പോസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ കാണുകയാണ്. യെസ് കോയിൻ ഹീറോ RT പോസ്റ്റ് എന്ന് പറയുന്നത് ലേൺ മോർ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ യെസ് കോയിൻ ഹീറോ ആണ്. അതിൻ്റെ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നമ്പർ ആയിരിക്കും അത്. ബാക്ക് അടിക്കുന്നു. ഓക്കെ, അത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി താഴെയുള്ള അനൗൺസ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അതും നമ്മൾ കണ്ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഏതെങ്കിലും നമുക്ക് ലഭിക്കാനുണ്ടോ എന്നുള്ളത് നോക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിൻഡ് പോസ്റ്റ് എന്നുള്ളത് ഞാൻ എടുത്തിട്ടില്ല. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതേപോലെ
മീംഫൈ കോയിൻ എന്നുള്ളതും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൻ്റെ മറ്റൊരു ബോട്ട് ഓപ്പൺ ആയി വരും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുത്താൽ മതി. പ്ലേ ആൻഡ് ഏൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് കളിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഹൗ ടു പ്ലേ അടിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പ്ലേ ആൻഡ് ഏൺ എന്നുള്ളത് അടിച്ച് സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. നേരെ നമ്മുടെ യെസ് കോയിനിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം കൂടെ ഉണ്ട്. മിമിഫൈ ചാനൽ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ജോയിൻ ചെയ്യുന്നു. ടെലഗ്രാം ചാനലാണ്. അപ്പോൾ നമുക്ക് ആ കോയിൻസും ക്രാക്കായി കിട്ടിയിട്ടുണ്ട്. ടൈം ഫാം എന്ന് പറയുന്ന അവസാനത്തെ ആ ഒരു മെനു ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് അതും സ്റ്റാർട്ട് കൊടുക്കുന്നു. പിറകോട്ട് തന്നെ പോരുന്നു. അപ്പോൾ അതും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൻസ് ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരെ പിറകോട്ട് തന്നെ പോകുന്നു. യെസ് കോയിനിൽ തന്നെ എത്തുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഏൺ ചെയ്തത് എത്ര കോയിൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വിരൽ കൊണ്ട് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ജസ്റ്റ് നിങ്ങളിങ്ങനെ വരച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ എത്ര കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒരുപാട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അത് വീണ്ടും വരുന്നതാണ്. ഇത് നിൽക്കില്ല. അങ്ങനെ ഒരുപാട് കോയിൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി താഴെ കാണുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻഡ് ഇൻവൈറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. നേരെ പിറകോട്ട് പോകുന്നു. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ബിൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ ഡെയിലി ബൂസ്റ്റേഴ്സ് ഉണ്ട്. താഴെ ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനുകളുണ്ട്. ഇവിടെ ബൂസ്റ്റേഴ്സ് നമുക്ക് ബൈ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ലെവൽ അപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. ജസ്റ്റ് മൾട്ടി വാല്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് 200 യെസ് കോയിന് എമൗണ്ട് വാല്യൂ പെർ കോയിൻ +1 ഫോർ ഈച്ച് ലെവൽ എന്ന് പറയുന്നുണ്ട്. ഓരോ ലെവലിനും നമുക്ക് +1 വെച്ചിട്ട് കിട്ടുന്നതാണ്. ലെവൽ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ നേരെ പിറകോട്ട് വന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് +2 എന്നുള്ളത് കാണിക്കുന്നുണ്ടാകും. ഒന്നുകൂടെ ലെവൽ അപ്പ് ചെയ്യുന്നു. ഇപ്പോൾ 1K പെർ ലെവൽ 3 എന്നായിട്ടുണ്ട്. ഇപ്പം നമുക്ക് 3 ഒരു യെസ് കോയിന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ താഴെ കാണുന്നതൊക്കെ നമുക്ക് യെസ് കോയിൻസ് കൊടുത്തുകൊണ്ട് ലെവൽ അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ കോയിൻ ലിമിറ്റ് +250 ആയി മാറുന്നതാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ലെവൽ അപ്പ് എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ 2ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കോയിൻ്റെ ലിമിറ്റ് നമുക്ക് ഇപ്പോൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഫിൽ റേറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്യുന്ന റേറ്റ് ആണ്. അതും നമുക്ക് അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫില്ല് ചെയ്യുന്ന സ്പീഡാണ് പറയുന്നത്. അത് +1 ആയിട്ട് കൂടും സെക്കൻഡിൽ എന്നാണ് പറയുന്നത് നമ്മൾ ലെവൽ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഏറ്റവും താഴെ യെസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അത് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓൺ മൈനിങ് പെറ്റാണ് നമുക്ക് കിട്ടുന്ന ഒരു മൈനിങ് പെറ്റാണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യെസ് കോയിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 500K പെർ ലെവൽ 1 ആണ്. ബൈ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ കാണിക്കുന്ന ചെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പണികളൊക്കെ എടുക്കുന്ന സമയത്തും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു പെറ്റ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് യെസ് കോയിനിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കോയിൻസുകൾ ഏൺ ചെയ്തിട്ട് അത് നമുക്ക് വാലറ്റ് വഴി വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.